ടു അഞ്ജലീസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ഒരു സിമ്പിൾ ലഞ്ച് റെസിപ്പീസ് ആയിട്ട് കേട്ടോ. എൻ്റെ ശബ്ദം പോയിട്ടുണ്ട്, പനിയും ജലദോഷം ഒക്കെ ഉണ്ട്, കുറച്ച് കുറവുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ ഇട്ട് തരണ്ടേ, അതുകൊണ്ടാണ് ഒന്ന് എടുക്കണമെന്നുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ ലഞ്ച് റെസിപ്പീസ് നോക്കാം കേട്ടോ. കുറച്ച് പരിപ്പെടുക്കുക, അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് മുരിങ്ങക്കായും മാങ്ങയും പരിപ്പ് കൂടിയിട്ടാണ് കറി കേട്ടോ. നമുക്കിത് കുക്കറിലൊക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു വിസിലടുപ്പിച്ചാൽ മതി കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 2 പച്ചമുളകാണ്. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിത് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഒരു വിസിൽ വന്നാൽ മതി. ചീരുപ്പരി ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, വെള്ളം പോകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു ചെറിയൊരു ജാറെടുക്കുക. അതിലേക്ക് 1 കപ്പ് നാളികേരം ഇട്ട് എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് കേട്ടോ. പിന്നെ ചെറിയ ഉള്ളിൽ അത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്, നമുക്കിട്ട് എടുക്കാം. ഇത് ഫൈനായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് പരിപ്പില്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റും കേട്ടോ. മുരിങ്ങക്കായും മാങ്ങയും ഈ നാളികേരം അരക്കണതില്ലേ, അങ്ങനെ കൂട്ടാനോ വയ്ക്കാം കേട്ടോ. പക്ഷെ ഞാൻ കുറച്ച് പരിപ്പെടുത്തിട്ടുണ്ട്. നമ്മൾ കുക്കറിലുണ്ട്, നമ്മൾ മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ കുക്കറിൽ ഉണ്ടാക്കാം, പക്ഷെ ഞാൻ മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു വിസിലിന് ശേഷമാണ് കണ്ട. നമ്മൾ മുരിങ്ങക്കായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, പക്ഷെ കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ നാളികേരത്തെ പേസ്റ്റില്ലേ, അതിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ അത് ചൂടുവെള്ളം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. ഇതൊരു 10 മിനിറ്റ് കുക്കായിട്ട് വരണ സൈഡിലേക്ക് വയ്ക്കാൻ. നമുക്ക് നമ്മുടെ ചീര എടുക്കുക. ചീര നമുക്ക് ക്ലീൻ ചെയ്തിട്ട് എടുക്കുക. ഇങ്ങനത്തെ ഉണവടിച്ചായിട്ട് ഒരാഴ്ചത്തോളം ആയിട്ടാണ് ചീര, എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാം. കേടുള്ള ഇലകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കുക. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെക്കട്ട. വെള്ളം പോയ ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പം നമ്മൾ ചീരുപ്പരി ഉണ്ടാക്കുമ്പോൾ കുഴഞ്ഞു പോയ പോലത്തെ ഉണ്ടാവില്ല, നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടും. നമുക്ക് കറി നോക്കട്ടെ. കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്തിനൊക്കെ ഉപ്പ് എരിവ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ പാടില്ല, പച്ചമുളക് മാത്രം ചേർത്ത് കൊടുക്കണേ. ഇതിലെല്ലാം ഇപ്പോൾ കറക്റ്റായിട്ടായിരിക്കണേ. നമുക്കിത് കാച്ചി വയ്ക്കാം. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കടുകും പിന്നെ ചുവന്ന മുളകും പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുക കേട്ടോ. രണ്ട് ചുവന്ന മുളക് നടുവിലേക്ക് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക.
ഒഴിച്ചെടുക്കുക കേട്ടോ. കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർത്തെടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് മാത്രം ചേർത്തെടുത്താൽ മതി. കബാബ് കറി കാണുമ്പോൾ അത് കളറില്ലാത്ത പോലത്തെ തോന്നിട്ടുണ്ടായിരുന്നിട്ട്, അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം പാൻ എടുക്കുക. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളി കേട്ടോ. ഒരു 5-6 ചെറിയുള്ളി നൈസായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചീരക ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കാം. കണ്ട നമ്മൾ കട്ട് ചെയ്ത ശേഷം ഇങ്ങനത്തെ പാത്രത്തിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ചോറ് വറക്കില്ലേ, അങ്ങനത്തെ പാത്രത്തിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി. വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴുകിയിട്ട്, വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ സാധനം ഉണ്ടാവില്ല കേട്ടോ, കുഴഞ്ഞു പോയ പോലത്തെ ഉണ്ടാവും. ഇനി ഇതെല്ലാം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം മൂടി വയ്ക്കുക. മൂടി വെച്ചിട്ട് 2 മിനിറ്റ് ശേഷം മൂടി തുറക്കാം കേട്ടോ. കണ്ട നമ്മൾ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ടാവും. ചീരന് പക്ഷേ അത്രയ്ക്ക് വേവ് ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു പിടി നാളികേരം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിപ്പോൾ മൂടിയൊന്നും വെക്കേണ്ട, ഇങ്ങനെയൊന്നും യോജിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. കണ്ട ഇങ്ങനെ ചെയ്തിട്ട് എടുത്താൽ മതി. ഇത്രയല്ല കേട്ടോ, നമ്മൾ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചോറ് വിളമ്പാം. ഇതിൻ്റെ കൂടെ തന്നെ ചോറും ക്യാബേജ് തോരൻ, നമ്മൾ പരിപ്പും മാങ്ങയും മുരിങ്ങയും കറിയും പിന്നെ കുറച്ച് അച്ചാർ കേട്ടോ. ഇത്രയല്ല, സിമ്പിൾ റെസിപ്പി കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇതിൻ്റെ കൂടെ കുറച്ച് തൈര് കൂടി എടുക്കാം കേട്ടോ. പൊളിയും. വേറെ ആവശ്യമൊന്നുമില്ല, വേറെ ഒന്നും ആവശ്യമൊന്നുമില്ല. കാണാം നമ്മൾ ചീര ഉപ്പേരി എങ്ങനെ റെഡി ആയിട്ടുണ്ട്. കുഴഞ്ഞു പോവാതെ നല്ല ഇതായിട്ടില്ലേ, ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. നമ്മുടെ പരിപ്പും മാങ്ങയും മുരിങ്ങക്കായും കൂട്ടാനാണ് അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കണമെന്നില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണേ. കുറച്ച് അച്ചാർ എടുത്തിട്ടുണ്ട്, ഞാൻ പപ്പടം എടുത്തിട്ടില്ല. ഇതിലേക്ക് കുറച്ച് തൈര് കൂടി എടുത്തിട്ട് നമുക്ക് ചോറിനാം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.